തിരുവനന്തപുരം അമ്പൂരിയിൽ വിവാഹ വാർഷികാഘോഷത്തിലെ തർക്കത്തിനിടെ മകന്റെ അടിയേറ്റ് പിതാവ് കൊല്ലപ്പെട്ടു. തർക്കം പരിഹരിക്കാനെത്തിയ അമ്മാവനും കുത്തേറ്റു. തിരുവനന്തപുരം അമ്പൂരി സ്വദേശി തോമസ് എബ്രഹാമിനെയാണ് മകൻ ഷാനു തോമസ് കൊലപ്പെടുത്തിയത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാനുവും ഭാര്യയും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതോടെയാണ് ഇയാൾ അക്രമാസക്തനായതും ബന്ധുക്കൾക്ക് നേരെ തിരിഞ്ഞതും. മദ്യലഹരിയിലാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ഷാനു തോമസിന്റെ രണ്ടാം വിവാഹ വാർഷിക ദിവസമായ ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് കൊലപാതകം നടന്നത്. രാത്രി 8 മണി മുതൽ വീട്ടിൽ ആഘോഷ പരിപാടികൾ നടക്കുകയായിരുന്നു. ബന്ധുമിത്രാദികൾ മാത്രം പങ്കെടുത്ത ആഘോഷത്തിന്റെ സമാപന വേളയിലാണ് ഷാനു തോമസും വീട്ടുകാരുമായി തർക്കമുണ്ടായത്. ആഘോഷത്തിന്റെ ഭാഗമായി മദ്യപാന സദസ്സും ഉണ്ടായിരുന്നു. ഇതിനിടെ ഷാനുവും ഭാര്യയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രകോപിതനായ ഷാനുവിനെ സമാധാനിപ്പിക്കാനായി തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ ബിനു വർഗീസിനെ അമ്മ മിനി വിളിച്ചു വരുത്തി. ഇദ്ദേഹം ഷാനുവിനോട് സംസാരിച്ചെങ്കിലും പ്രകോപിതനായ ഷാനു ബിനുവിനെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് കുത്തുകയായിരുന്നു. 16 തവണയാണ് ബിനുവിനെ കുത്തിയത്. കൂടെയുണ്ടായിരുന്ന ബന്ധുക്കൾ ഷാനുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇതിനിടെ ഇയാൾ വീടിന്റെ വരാന്തയിലുണ്ടായിരുന്ന കസേരയെടുത്ത് തടയാൻ വന്ന പിതാവിനെ അടിച്ചു വീഴ്ത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ചുമരിൽ ഇടിച്ച് താഴെ വീണ തോമസിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. തോമസിനെയും ബിനു വർഗീസിനെയും ഉടൻ വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തോമസിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അപകടനില തരണം ചെയ്ത വർഗീസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തമാശയായിട്ട് അങ്ങ് പോയി. അത് പിന്നെ വൈകുന്നേരമായപ്പോഴത്തേക്കും അത് രൂക്ഷമായി. മോൻ വിടരുത്. അങ്ങനെ പിന്നെ രാത്രി 9:30 ചെന്നതാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വയലന്റ്. ഞാൻ പറഞ്ഞു എന്നെ ജില്ല ചെയ്യുന്നത് എന്തിനാ വേറെ ചെയ്യേണ്ട കാര്യമില്ല, നീ എന്നെ ചെയ്യണം. അങ്ങനെ നിന്ന് കൊടുത്താൽ ഒരു വീട്ടിലായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പോയി കിടന്ന് ഉറങ്ങി ഉറക്കത്തിനിടയിൽ ഇതുപോലെ എൻ്റെ മരിച്ച അളിയെ വിളിച്ച് പറയുന്നു. പെട്ടെന്നാണ് വഴക്കാണ്. അങ്ങനെ ഓടി ചെല്ലുമ്പം അളിയെ പിടിച്ച് തള്ളുക. അങ്ങനെ അളിയെ വീഴുന്നു. ഇവ കത്തി എടുത്ത് വീശു. നമ്മൾ നീ എന്നെ വെട്ടിക്കോ, എന്നെ വെട്ടിക്കാൻ കുഴപ്പമില്ല. അവരെ നിന്ന് കൊടുത്തു. കാരക്കോണം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന തോമസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശനിയാഴ്ചയാണ് സംസ്കാരം. വീട്ടിൽ തർക്കമുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. കസ്റ്റഡിയിലുള്ള പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. നമ്മൾ വന്ന് നോക്കി കസേരയൊക്കെ അടിച്ച് താർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പനെ മകനെ കസേരയിട്ട് അടിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പയ്യനിപ്പോൾ വന്നിട്ട് ചെന്നൈയിലായിരുന്നു. ഒരാഴ്ചയായെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട്. പയ്യന് വീട്ടുകാരുമായിട്ട് വിഷയമൊന്നുമില്ല. ഈ ആഘോഷത്തിനിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. സംഭവം ഇങ്ങനെ മോൻ അച്ഛനെ കസേര എടുത്ത് അടിച്ചു. ആ സ്പോട്ടിൽ തന്നെ അച്ഛൻ മരിച്ചു. ഇങ്ങനെ പോലീസുകാർ കൊണ്ടുപോയിരിക്കുന്നു. ഇത് മാത്രമേ എനിക്കറിയാവൂ. ഷാനു കസേര തറയിലാണ് അടിച്ചതെന്നും തർക്കത്തിനിടയിൽപ്പെട്ട തോമസിനെ പിടിച്ചു തള്ളിയപ്പോൾ ചുമരിലും തറയിലും തലയിടിച്ചാണ് മരണമെന്നുമാണ് ഭാര്യ പറയുന്നത്. ആയുർവേദ തെറാപ്പിസ്റ്റായ ഷാനു തോമസ് കോയമ്പത്തൂരിലാണ് ജോലി ചെയ്തിരുന്നത്. മലേഷ്യയിലേക്ക് ജോലിക്ക് പോകാനായി കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിലെത്തിയത്. തലക്കേറ്റ ക്ഷതമാണ് തോമസിന്റെ മരണകാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.